സാർ നമസ്കാരമുണ്ട്. നമസ്കാരം പറയൂ. ഞാൻ 2 പ്രാവശ്യം വന്ന് പറഞ്ഞിരുന്നു, മന്മഥനാണ്. തന്നോട് ഞാൻ പറഞ്ഞല്ലോ തന്റെ കാര്യം നടക്കില്ല. സാറ് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ഇനിയും താൻ അവിടുന്ന് മണലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കരയിടിയും. ഇപ്പോഴേ അതിനകത്ത് നിറച്ച് കുഴികളാണ്. സാറേ, ഈ വെള്ളത്തിന്റെ അടിയിലാണല്ലോ കുഴികളുള്ളത്, അതാരും അറിയില്ല. എടോ, അതിനകത്തേക്ക് ആളുകൾ ഇറങ്ങി കഴിഞ്ഞാൽ ആ കുഴികളിൽ വീഴും. വീണ് കഴിഞ്ഞ് ഇപ്പോഴേ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്റെ സാറേ, യൗമാർക്കൊക്കെ ബാത്റൂമിൽ പോയി കുളിച്ചൂടാ വീട്ടിലെ? സാറേ, ഞാൻ ഈ ആവശ്യക്കാർക്ക് എങ്ങനെ മണൽ കൊടുക്കും? താൻ എവിടെ നേരം എടുത്ത് കൊടുക്ക്. ഇല്ല, സൗദി അറേബ്യയിലേക്ക് ഇല്ലേ, അവിടെ ഇഷ്ടം പോലെ മണലുണ്ടല്ലോ. സാറ് പത്രമൊക്കെ വായിക്കാറുണ്ടോ? ഞാൻ പത്രവും വായിക്കാറുണ്ട്, ടിവിയും കാണാറുണ്ട്. താൻ ഇറങ്ങി പോവോ? പറഞ്ഞാലും മനസ്സിലാവില്ല. രാവിലെ മുതലേക്ക് വന്നോളൂ. സാർ. പറയൂ. അതെ, നമുക്ക് ഈ കുളിക്കടവിന്റെ അവിടെ ഇവിടെ കുളിക്കരുത് എന്നൊരു ബോർഡ് വെച്ചാലോ? ഇറങ്ങി പോണോ? മിക്കവാറും പത്രം ഉടനെ വാങ്ങേണ്ടി വരും. ഇയാളൊന്ന് പോയാ മതി. രാവിലെ വന്നു. അല്ല, അത് നടക്കൂല. വിട്ടോളേ. നടക്കൂല. വെറുതെ. ആയിക്കോട്ടെ. അതെ സാറേ, ഒന്ന് പോടോ. സാർ, ഇത് ഞമ്മളാണ്. അല്ല, മൂപ്പര് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? മൂപ്പര് മണൽമാഫിയന്റെ ആളാണ്. തടഞ്ഞാല് ഒരു വണ്ടി ഇടിപ്പിച്ച് കൊല്ലും, തല പൊട്ടും എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഭീരുക്കള് പലതവണ മരിക്കും, ധീരന്മാർക്ക് ഒറ്റ മരണേ ഉള്ളൂ എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അല്ല, മഹാമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരാ. പക്ഷെ പറഞ്ഞ മഹാമാരൊക്കെ മയ്യത്തായിക്കണ്. പിന്നെ ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ പുഴുത്തേ മരിക്കൂ. എല്ലാരും എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടും. എല്ലാരും പെടും അല്ലേ? താനും പെടും. ഒരു മുന്തിയ ആളും. ഹലോ. സാർ. അയക്കാം. ഇന്ന് തന്നെ ശരിയാക്കും. ഓക്കെ ശരി. മൊയ്തു, ഞാൻ ഇന്നലെ പറഞ്ഞ ഫയൽ ഇങ്ങോട്ട് എടുക്കൂ. ഏത് ഫയലാ സാറേ? മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ജംഗ്ഷനിലുള്ള പുറമ്പോക്ക് ഭൂമിയില്ലേ, അതിന്റെ ഫയല്. അത് ഇന്ന് കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പരിപാടിയായി. അത് എന്റെ അടുത്തല്ലേ ഏൽപ്പിച്ചേ? ശീതള സാർ അടുത്തല്ലേ? എന്റെ അടുത്തോ? ഇന്നലെ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. നിങ്ങൾ പിന്നെ എന്തിനാ നീ കണ്ണടയിട്ട് നടക്കണേ? ശരിയാണ്, ഞാൻ നിങ്ങളുടെ അടുത്താണല്ലോ പറഞ്ഞത്. ഞാൻ കേട്ടോ. എപ്പോ? ഇന്നലെ രാവിലെ കലക്ടർ ഓഫീസിലേക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കേണ്ടതാണ്. അവിടുന്നാണ് ഇപ്പൊ വിളിച്ചത്. ഞാൻ ഓർക്കണം കൂടി ഇല്ല. ഇയാള് പിന്നെ എന്തോർത്ത് നടക്കുന്നത്? തോന്നുമ്പോ കയറി വരും, തോന്നുമ്പോ ഇറങ്ങിപ്പോവും. ഇവിടെയാണെങ്കിൽ 5 പൈസയുടെ പണിയിട്ട് ചെയ്യുമില്ല. നോക്ക്, ഇതൊക്കെ പത്രത്തിൽ വലിയ വാർത്തകളായി വന്നിട്ടുള്ള സംഗതികളാണ്. മറുപടി കൊടുത്തില്ലെങ്കിൽ എല്ലാവരും കൊടുക്കും, എല്ലാത്തിന്റെ ജോലിയും പോവും. എനിക്ക് 10 മിനിറ്റിന്റെ ഉള്ളിൽ ആ ഫയൽ എന്റെ മേശപ്പുറത്ത് വരണം. നമ്മളാ ജംഗ്ഷനിലെ ബുദ്ധമണ്ഡപം ഉണ്ടല്ലോ, എനിക്കറിയില്ല. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാണ്ട് വരിക? അതിന്റെ അടുത്തൊരു 2 ഏക്കർ ഭൂമിയുണ്ട്. മനസ്സിലായി. അത് പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കാനുള്ള ജനസമ്പർക്ക പരിപാടിന്റെ ഫയലാ. അതിനിപ്പോ മന്ത്രി കലക്ടറെ വിളിച്ച് പറഞ്ഞത് അവിടെ നിന്നാണ് ഓർഡർ വന്നത്. അത് എടുത്തു കൊടുക്കി. അല്ല, അവർക്ക് എന്തിനപ്പോ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ? അവർക്ക് പുഴുങ്ങി തിന്നാനടോ, പുഴുങ്ങി തിന്നാൻ. പോയിട്ട് എടുത്തിട്ട് പോണോ? അത് ആ പഴയ റാക്കിലാണ്. എനിക്കറിയില്ല അത് എവിടെ ഇരിക്കണമെന്നൊക്കെ. കഷ്ടമുണ്ട്. ഇതിന്റെ ഉള്ളൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, പോയി കിടക്കാണ്. നിറച്ച് പൊടിയാ വേടാ സാറേ. ആ പൊടി മുഴുവൻ ഇളക്കണ്ട ഇയാള്. ആ ഫയൽ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇത് മാറ്റിയിട്ടില്ലേ ഈ ലൈറ്റ്. എപ്പോഴും മിഞ്ഞി നിക്കന്നെ എപ്പോഴും. ഇത് എവിടെ ഇരിക്കണാണ് അത്?
എടോ ആ മീതത്തെ റാക്കിൽ കാണും അത്. ഇതെന്ത് ഈശ്വര, അത് ബ്ലാക്ക് ഫോറസ്റ്റോ? ഈച്ചയെ കണ്ടിട്ടാണ് ഈ കാണിക്കണത്. തേനീച്ച കൊറേ ഉണ്ട് അതിന്റെ ഉള്ളിൽ. കൂട്ടാണ്, തേനീച്ചന്റെ കൂട്ടാ. അത് ഈ ഫയലുകൾ നിങ്ങൾ കൊണ്ടുപോയി തള്ളിയത് കൊണ്ട് കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി തുറന്നു നോക്കണം. ഇല്ലെങ്കിൽ തേനീച്ച മാത്രമല്ല, മുള്ളം പന്നി വരെ വന്ന് മേയും ഇതിനകത്ത്. ഇത് കലക്ടറുടെ ഓർഡർ ആണ്, എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. എന്നാ കളക്ടറോട് പോയി എടുക്കാൻ പറ സാറേ. അതെ, എനിക്ക് ഒന്നും കേൾക്കണ്ട, എത്രയും പെട്ടെന്ന് ആ ഫയലിന്റെ മേശപ്പുറത്ത് വന്നിരിക്കണം. എന്നാ സാറ് പോയി എടുക്ക്. I am a village officer. This is my order. സാറേ, വില്ലേജ് ഓഫീസർ ആണോ അസിസ്റ്റന്റ് ആണോ എന്നൊന്നും തേനീച്ചയ്ക്ക് അറിയില്ല, അത് കുത്തും. തന്റെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും. സാറേ, എനിക്ക് ഷുഗറാണ്. അതിന് തേനീച്ചയുടെ ഭക്ഷണം ഷുഗർ അല്ലേ, അത് പൊതിഞ്ഞ് എന്നെ കുത്തിക്കള്. നമ്മളെ കൊണ്ട് പറ്റൂല സാറേ, നമ്മള് തേനീച്ചയും കൂടി തീരെ ചേരൂല. ഇന്ന് അയക്കേണ്ട ഫയലാണ്, ഇന്ന് മറുപടി അയച്ചില്ലെങ്കിൽ എല്ലാവരുടെയും ജോലി പോകും. അതാ പറയുന്നത്. എന്താ നമ്മള് കാട്ടുക? എടുത്തിട്ട് വരണം. വേറെന്തെങ്കിലും അന്വേഷിക്കുക സാറേ. എങ്ങനെയെങ്കിലും അത് എടുത്തല്ലേ പറ്റൂ. എന്താ? എന്റെ പല്ലൊന്ന് പറിക്കണമായിരുന്നു. അയ്യോ, ഇത് വില്ലേജ് ഓഫീസാണ്. പല്ല് പറിക്കുന്ന ക്ലിനിക്ക് അപ്പുറത്താണ്, അങ്ങോട്ട് പൊക്കോളൂ. അതെനിക്കറിയാം. പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് എന്റെ പല്ലെടുക്കാൻ. പല്ലെടുക്കാൻ എന്തിനാണ് വില്ലേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ്? അത് ജാതി ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പല്ല് പറിക്കാൻ എന്തിനാണ് ജാതി സർട്ടിഫിക്കറ്റ്? പല്ലിന് ജാതി ഉണ്ടോ? ഈ പല്ലെടുത്താ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞ പിന്നെ എനിക്ക് പോയി പല്ലെടുക്കാല്ല. എന്നാ ഒരു കാര്യം ചെയ്യോ, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ. 2 ദിവസം കഴിഞ്ഞിട്ട് വരും. പോയിട്ട് വരും. പല്ലു കൊടുക്കാൻ പറ്റിയില്ല, ഒരു സാധനവും ഇവിടെ പറ്റിയില്ല. എന്തൊരു ഹരാക്കാൻ. ശീതള, മൊയ്തു, ഓ, നമുക്ക് അത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കണമല്ലോ. വേണോ? എന്താണ് ഇപ്പൊ അതിനൊരു മാർഗം? അതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കണേ. ഇല്ല സാറേ. നിങ്ങൾക്കറിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്വാമിരാമ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അതിൽ തേനീച്ചനെ പിടിക്കുന്ന ആളാ? അയാൾ തേനീച്ച പിടിക്കുന്ന ആളല്ല, അയാളൊരു സ്വാമി. അയാളുടെ ദി ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അയാൾ വില്ലേജ് ഓഫീസർ ആയിരുന്നു. വില്ലേജ് ഓഫീസർ അല്ല, അതില് ആപ്തമന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. അത് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ തേനീച്ചകളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ആ പുസ്തകത്തിലുണ്ട്. ആണോ? എന്നാ പിന്നെ സാറ് പോയിട്ട് ആ പുസ്തകം എടുത്തിട്ട് പഠിച്ചിട്ട് നമുക്ക് പോയി ഫയൽ എടുക്കാലോ. ആ പുസ്തകത്തില് പുള്ളി വേറൊരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് ഒരു പുലിമടയിൽ ചെന്നപ്പെട്ട ഇദ്ദേഹത്തെ പുലി ഒന്നും ചെയ്തില്ല. അല്ല, തമിഴ് പുലിയാ? തമിഴ് പുലിയല്ല, മലയാളം പുലിയും. അല്ല, സാധാരണ പുലി. അതിൽ അദ്ദേഹം പറയുന്നത് പുലിയെ ആക്രമിക്കാൻ വേണ്ടിയല്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി, അതിലുള്ള പവർ ആ പുലിക്കുണ്ട് എന്നാണ്. മനസ്സിലായോ? മനസ്സിലായി. അതുപോലെ തേനീച്ചകളെ ആക്രമിക്കാനല്ല അകത്തേക്ക് പോകുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ അകത്തേക്ക് പോവുക, എന്നിട്ട് ആ ഫയൽ എടുത്തിട്ട് വരിക. നമ്മള് മനസ്സിൽ വിചാരിച്ചിട്ട് ചെന്നാൽ ഉപദ്രവിക്കാനല്ല ചെല്ലുന്ന തേനീച്ചക്ക് മനസ്സിലാവും. പക്ഷെ തേനീച്ച ഇങ്ങോട്ട് വരുന്നത് ഉപദ്രവിക്കാനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടോ? ഇല്ലല്ലോ. പെട്ടെന്ന് കുത്തിയാതെ അതാണ് പ്രശ്നം. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ആ ഫയൽ എന്റെ മേശപ്പുറത്ത് കിട്ടണം. ഞങ്ങളെ കൊണ്ട് പറ്റൂല സാറേ. അപ്പൊ ഞാൻ തന്നെ പോകണം. ഞങ്ങള് വായിച്ചു, പുസ്തകം വായിച്ചില്ലല്ലോ, അതാണ്. എന്നാൽ സത്യവും ധർമ്മവും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ സ്പിരിച്വൽ പവർ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ തേനീച്ചകൾക്ക് പറ്റുമായിരിക്കും. പറ്റും, അത് പറ്റും സാറേ. എന്നാ പിന്നെ ഞാൻ തന്നെ നോക്കിയിട്ട് വരാം. ശരി സാർ. കടന്നിട്ട് അടച്ചോട്ടെ സാറേ. വായിലടച്ചാളേ, ചിലപ്പോ ഈച്ച അങ്ങോട്ട് വന്നാലോ. നിങ്ങൾക്ക് സ്പിരിച്വൽ ഉണ്ടല്ലോ. എന്തൊക്കെയാവോ സ്പിരിച്വൽ? മോളിലെ റാക്കിലാണോ? അല്ല സാറേ, രണ്ടാമതിരിക്കുന്ന റാക്കില് അതില് അത് ഏറ്റവും താഴെ ഉള്ളതില്. ഇവിടെ എവിടെയാണ് തേനീച്ച?
എവിടെ തേനീച്ച? അതിന്റെ മുകളിലൊരു കൂട് ഉണ്ട് സാറേ. ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തുകൂടാ. ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നതിനുള്ള മടിയാണല്ലേ തേനി. ഞാൻ പറഞ്ഞല്ലേ സാറേ, ഞാൻ പറഞ്ഞല്ലേ സാറേ. അതെ ഇവിടെ വീർത്തുണ്ട് സാറേ. അതെ കിട്ടുമോ? പുറത്തുണ്ടോ? കാണുന്നതിനുള്ളിൽ സാറേ ഇല്ല സാറേ പോയിണ്ടാവും. ഒരെണ്ണം എന്തായാലും ഫയല് കിട്ടിയ സാറേ? എന്ത് ഫയല്? തേനീച്ച കുത്തമ്പോഴാണ് ഫയല്? സാറേ ഇങ്ങനെയുള്ള സമയത്തൊന്നും ഈ നെല്ലിക്ക തിന്നാൻ പാടില്ല. നെല്ലിക്ക വീർത്തതാണ് തേനീച്ച കൂട്ടിട്ട്. അല്ല ഞാൻ വായിലെന്തോ കടിക്കണ പോലെ. നമുക്കൊരു താലൂക്ക് ഓഫീസിലേക്ക് വിളിച്ചൊന്ന് പറയണ്ടേ? വിളിച്ചു പറഞ്ഞിട്ട് ഈ തേനീച്ച കൊണ്ടെടുക്കുന്ന അത് തരുമല്ലോ. സാറേ നമ്മളെന്തേലും ചെയ്യാതെ എങ്ങനെ? ഫോൺ അടിക്കാം സാർ. അയ്യോ ഞാൻ എടുത്താ സാർ ഫോൺ എടുക്ക് സാറേ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഉണ്ട് സാർ, കൊടുക്കാം സാർ. ഹലോ, സാർ. ശരി സാർ, എത്തിക്ക. ഹലോ, അതെ സത്യശീല സാർ തന്നെയാണ്. അല്ല സാറേ, അതെ സാറിന് ഇന്നലെ തേനീച്ച കുത്തി ഓഫീസിൽ നിന്ന്. മുഖത്തും ചുണ്ടിനൊക്കെ കുത്തിയുണ്ട്, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. മുഖത്തെ കൂടി കുരങ്ങൻ്റെ കൂട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് സാർ. ആയിക്കോട്ടെ സാർ, ഞാൻ പറയാം. ശരി സാറേ. ആ ഫയലേ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തിച്ചില്ലെങ്കിൽ എല്ലാവരും പണിയും പോകുന്നു സാർ. പണി പോകും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ? സംസാരിച്ചപ്പോ വേറെന്തോന്ന് പറഞ്ഞു? അല്ല ഞാൻ പറഞ്ഞതാണ്, തേനീച്ചൊക്കെ കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ. ഞാൻ പറയണത് ഈ തേനീച്ചനെ സാധാരണ നാട്ടുകാരൊക്കെ പിടിക്കാന്ന് പറയുന്ന ഒരു പന്തം കെട്ടിയിട്ട് ഈ കൂട് കത്തിക്കുക. താനൊരു പൊട്ടനാ. തീ കത്തിച്ചിട്ട് അതിനുള്ള ഫയലൊക്കെ കടലാസല്ലേ, തീ പിടിക്കില്ലേ? തീ പിടിച്ചു കഴിഞ്ഞാൽ ഓഫീസ് കത്തിപ്പോയില്ലേ? ഫയലെത്തിപ്പോവും സാറേ. നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചാലോ? ഫയർഫോഴ്സ് വിളിച്ചിട്ട് അപ്പോഴും തീ കത്തില്ലേ? ഒരു തീ കെടുത്താൻ വരുന്ന പറയില്ലേ, തീ എങ്ങനെ കത്തല്? അപ്പൊ ഫയല് നനഞ്ഞാലോ? നനഞ്ഞാൽ നമുക്ക് ഉണക്കാലോ സീകളാ. നിങ്ങൾ ആ ഫയർഫോഴ്സിനെ വിളിച്ച് ചോദിക്ക്. സാറേ ഫയർഫോഴ്സ് അല്ലേ? അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. നമ്മളവിടെ ഫയലൊക്കെ സൂക്ഷിച്ച റൂമിലേ ഒരു തേനീച്ച കൂട് ഉണ്ട്, അത് ഇളകിക്കണം. ഇവിടെ നമ്മളെ സാറിനെയൊക്കെ കുത്തി ആകെ കുഴപ്പമായി നിൽക്കുക. ഇല്ല അത്ര വലുതൊന്നുമില്ല, ഒരു മീഡിയം ഉണ്ട്, അത്രയൊക്കെ ഉണ്ടാവും. താൻ കണ്ടുണ്ടോ? മോത്താൻ്റെ അലറിയില്ല സാറേ. ഞാൻ കണ്ട ആളാണ് സാറേ. ഞാൻ ശീതളൻ. അത് ഇത്ര ഏകദേശം ഇത്ര വരും കേട്ടോ സാറേ. ഇത്തരം കാണിച്ച ഒരാൾ കാണുകയാണിത്. സാറേ നിങ്ങൾ വരാ ആണോ? ശരി എന്നല്ലോ. ഒരു പേരുണ്ടാവില്ല. അവിടെ കടലാക്രമണം ഉള്ളിടത്താണ് ഉള്ളത് പോലെ. തേനീച്ചനെ അതിനടുക്ക് നോക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? പോലീസിലൊന്ന് അറിയിച്ചാലോ? പോലീസിനെ അറിയിക്കാം സാറേ. പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ചോ? പോലീസിനെ എന്തായാലും അറിയിക്കാം. ഒരു അപകടം ഉണ്ടാവുമ്പോ അവരെ അറിയിക്കും. പോലീസ് സ്റ്റേഷൻ അല്ലേ? നമ്മളെ വില്ലേജ് ഓഫീസറെ കുത്തി. അല്ല തേനീച്ച കുത്തിയതാ. അവിടെ തേനീച്ച കൂടെ ഓഫീസിൽ ഇളകി. എന്നിട്ട് എന്താ പറയുന്നത്? അത് ഇവിടെ പറയാൻ പറ്റില്ല സാർ. എന്ത് ചെയ്താലും ആ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാതെ പറ്റില്ല, ജോലി പോകും. ചിന്തിച്ചേ പറ്റൂ. ഞാനൊരു ആശയം പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ പോ, അപ്പൊ പകുതി കുത്തുകൊണ്ട പോരെ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ സാറുമാരെ
എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവോ ഇല്ലേന്ന് അറിയാനാ ഞാനിപ്പോ വന്നത്. തന്റെ പേര് മന്മഥൻ എന്നല്ലേ? അതെ. തന്നോട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല തന്റെ കാര്യം നടക്കില്ല എന്ന്. പിന്നെ എന്തിനാണ് വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി എഴുന്നള്ളുന്നത്? സാർ എന്റെ ജീവിത പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തന്റെ അത് ശരിയാക്കി തരാം. താനൊരു കാര്യം ചെയ്യും, ആ ബാഗ് ഇവിടെ വെച്ചിട്ട് ആ വാതിൽ തുറന്ന് അതിന്റെ ഏറ്റവും മുകളിലത്തെ അലമാരയുടെ ഏറ്റവും മുകളിലത്തെ ഇതില് ഒരു ചുവന്ന ഫയൽ ഇരിപ്പുണ്ട്. അല്ല സാറേ അവിടെയല്ലേ? അവിടെ എന്താണ്? അവിടെ ഒന്നുമില്ല. അല്ല അവിടെ ഫയല് ആ ഫയൽ എടുത്തിട്ട് വരും കേട്ടോ. ബാഗ് ഇവിടെ ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. ബാഗ് തരാം. സാറേ പ്രശ്നാവോ? എന്താ പ്രശ്നം? എന്നെ ഭീഷണിപ്പെടുത്തി നടക്കുന്നതാണ് അവനത് വേണം. നമുക്ക് ഫയലും കിട്ടും, അവന് കുത്തും കിട്ടും. ഫയലെടുത്തില്ല. എന്തായാലും അടുത്ത ആള് വരുമ്പോ എടുപ്പിക്കാം. ഇത് കൊള്ളാട്ടോ സാറേ, ഇത് കൊള്ളാം. ഇത് ഇങ്ങനെ നമുക്ക് ദേഷ്യമുള്ളവരെ ഒന്ന് ഫയൽ ഇടിപ്പിച്ചിട്ട് വിടാം. ആരെങ്കിലും ഒരാൾ ഫയൽ എടുത്ത് കൊണ്ടെന്നാ നമുക്ക് കിട്ടുകയും ചെയ്യും. സാറേ ഇതിപ്പോ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പണി ചെയ്തല്ലോ സാറേ, നിങ്ങൾ ആ ജംഗ്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ടുവരും. അയ്യോ എനിക്ക് ഇവിടെ അങ്ങനെ പരിചയമൊന്നുമില്ല. നിങ്ങൾക്ക് പരിചയമില്ലേ? നിങ്ങളല്ലേ ഇവിടുത്തെ സീനിയർ ആള്. ഒന്നും ചെയ്യില്ല, അതാണ്. എന്ത് മനുഷ്യനാണ്? ഞാൻ പോയിക്കോളാം സാറേ. ഞാൻ പോയിട്ട് ജംഗ്ഷനിൽ പോയിട്ട് ആരെയും കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ ഇതിങ്ങനെ വിട്ടാ പറ്റൂല്ലോ. ഞാൻ പോയിട്ട് വരാം. ഒരാളെ കിട്ടിയിട്ടുണ്ട് സാർ. ഇവരെല്ലാം പിടിക്കും. പാമ്പ് പിടിക്കും, ചേര പിടിക്കും, മുതല പിടിക്കും, അങ്ങനെ എല്ലാം പിടിക്കുന്ന ആളാ. എങ്കല്ലടാ அந்த ரூம்ல ஒரு செல்ஃப் இருக்கு. ஆ செல்ஃபுக்கு பின்னாடி இல்ல மோட்ல அதுதான் சார் பின்னாடி அங்கதான் இருக்குதா? சரி. நான் வந்து ஊர்ல எல்லாம் நிறைய தேன் எல்லாம் எடுக்கிற ஆளு நானு. ஒரு காரியம், நீ அது பறிக்கும் போது தேன் இங்க தந்துடணும். தேனி செடி கொண்டு போக்கும். நான் பூவசம். ஐயோ எங்க வேலை என்ன தெரியுங்களா? தேன் எடுக்கிறது தான். அந்த தேன் எனக்கு தான் வேணும். உங்களுக்கு தேன் வேணும்னா காசு தந்தா நான் தருவேன். ஈச்ச எடுக்கிறது ரொம்ப ரிஸ்க் சார். அதுக்கு முதல்ல நம்ம முதல்ல இல்லையா ஈச்ச மாத்திரம் உள்ளு சார். முதல்லன்னு சொன்ன ஆദ്യം நம்மளே தெரியாது. முதல்ல இந்த ராணிச்ச இருக்குது, பச்சை கலர்ல தாப்பல பெருசு இருக்கும். அதுல நம்ம எடுத்து கூடல போடணும். அப்ப மத்த எல்லா ஈச்சகளும் எங்களுக்கு கிடைக்கும். ரொம்ப ரிஸ்கான வேலை இது. ஏன் போயிடு, ராணி ஈச்ச மத்த ஈச்ச எல்லாம் அங்க இருக்கு. ராணி ஈச்ச பிடிச்சதுல எல்லாம் வரும். இதுக்குள்ளதான் இருக்குதா? இதுக்குள்ள. கடவுளே, இந்த சார் சொன்னதுனால சார் நான் இது எடுக்கிறது இல்ல. ஈச்ச ஐயோ இது உங்களுக்கு இல்ல. உங்களுக்கு இல்ல, இது கவர்மெண்ட் ஆபீஸ். கவர்மெண்ட் ஆபீசர் இவரெல்லாம் ஆபீசர்ஸ். வேண்டாம் வேண்டாம் சார், இது ரொம்ப ரிஸ்கான வேலை சார். இது நார்மல்ல போய் பண்ண முடியாது. இது அடிச்சாதான் இந்த மாதிரி வேலை எல்லாம் செய்ய முடியும். അല്ല ஆபீஸ் இது. ഇത് വേണ്ട, ഇത് ശരിയാവില്ല. ഇത് சாரி சார், தெரியாத சொல்லி அப்படி பண்ண மாட்டேன் சார். ശരി ശരി நான் வரேன் சார். தேனிச்ச பிடிக்கணும்னா இந்த மாதிரி ரிஸ்க் செய்யணும். இது ரூல்ஸ் ஒன்னும் நோக்க வேணாம் சார். இந்த போன வாரம் ஒரு டெட் பாடி 4 நாளா இழுகி போச்சு. ஆறு அடுக்கிறது இல்ல. நம்ம எஸ்ஐ என்ன கூப்பிட்டாங்க, சுகதா இங்க வான்னு சொல்லி கூப்பிட்டாங்க. அவர் ஒரு ஃபுல் போட்ல எடுத்து கொடுத்தாங்க. போலீஸ் ஜீப்ல இருந்து அவரை சோட எல்லாம் கொடுத்து நான் இதை பாருங்க இப்படி கழட்டி, ரிஸ்கான வேலை, கழட்டி இதை பாருங்க. മാറ്റടോ, தேனீச்ச வராது. ഇത് മാറ്റ്. அப்புறம் என்ன எடுத்துட்டு வர? ഇത് ഇങ്ങനത്തെ ആൾക്കാരെ വിളിച്ച പ്രശ്നം സാറേ. കിട്ടിയത് ഭാഗ്യാട്ടോ. കുറെ കരഞ്ഞു ചെയ്. പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. ചേരനെ പാമ്പിനൊക്കെ പിടിക്കണോനാ. കുത്തുണ്ടാവും. ഇത് കഴിച്ചിട്ട് അറിയാണ്ട സാറേ. ഇതാണെങ്കിൽ സാറേ ഇതിവിടെ വെക്കി.
സാറ് കഴിച്ചോ? കഴിച്ചോ? അത് കുടിച്ചോ? അയ്യേ സാറേ, അതിപ്പോ പിടിച്ചിട്ടോ എക്സ്പേർട്ടാണോ? സാറേ അത് അവിടുന്ന് മാറ്റ് സാറേ. അത് ആരെങ്കിലും കാണും. குடிச்சாச்சா? ஈஸியான வேலை சார். திடீர்னு സാർ ഞാൻ പോയി നോക്കട്ടെ. சரி போய் பார்த்து நம்ம சிலர் நம்ப மாட்டோம். போய் பார்த்தா இனி எந்த ஃபைல் வேணும் எடுக்கல சார். பெரிய கூடி நல்லா இருக்கு சார். நிறைய தேவை പോയി കൂടി പോയി. അയ്യോ വേണ്ട വേണ്ട. ഇത് ഞങ്ങക്ക് ഇതിന്റെ ചോട്ടിന്ന് കുറച്ച് തേൻ തരാൻ പറ്റുമോ? തേൻ. சரி ஒரு போட்டில் தேன் தரேன். ആ 500 ரூபா கொடுத்த போதும். தேன் சார் இந்த கடலாஸ் பேப்பர்ல போட்டு வந்து நல்ல தேன் இது. വേണ്ട കൊണ്ടുപോ. சரி കൊണ്ടുപോ. இந்த தேனீச்சல் இப்ப இதுல இருக்கு. அதனால அதை எடுத்ததுக்கு 1000 ரூபா தர சொன்னல கொடுங்க சார். ഏത് സാറ് இந்த ஈச்சை எல்லாம் எடுத்து 1000 ரூபாய் தராந்து പറഞ്ഞു എന്നോട്. ആര്? இந்த சார் ആ സാറ് കൊടുക്ക്. അല്ല അതിന് 1000 രൂപയുടെ തേനല്ലേ തരുന്നു? தேன் தேன் மட்டும் எனக்கு போதும். ஈச்சை எல்லாம் தான் இங்க போட்டு வைப்போம். சொன்ன 1000 ഉറുപ്പിക തരാൻ പറ്റില്ല. நீங்க 1000 ரூபாய் தரேன்னு சொல்லிட்டு 1000 ഉറുപ്പിക തരാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തരാം. അല്ല നിങ്ങൾ എന്തെങ്കിലും കൊടുത്തേക്ക്. എന്തെങ്കിലും 1000 രൂപ. ഇല്ല ഇല്ല. அது 100 ரூபாய் பத்தாது சார். 100 രൂപ. நான் சொன்னல வேற வேலை இருந்தது. நீங்க சொன்னதுனால தான் வந்தது. സുഗത ഇവിടെ ഇത് വകുപ്പില്ല. 500 രൂപ തന്നു കഴിഞ്ഞാൽ അത് ഇവിടെ എഴുതി കൊള്ളിക്കണ്ട. ഗവൺമെന്റ് പൈസ കിട്ടില്ല. അത് കയ്യിൽ നിന്ന് എടുത്ത് തരികയാണ്. சார் உங்களுக்கு சொன்ன புரியாது. நான் சொல்ல வைக்கிறேன். ஏன் சரக்குங்க முதல்ல அது கொடுங்க. நான் சொல்றேன். உங்களுக்கு புரியாது. சரக்கு. சார் நான் அடிச்சிட்டு போன வச்சாங்க. സരക്കൊന്നും ഇല്ലങ്ക. നീ പോ. வாங்க சார். நீங்க எல்லாம் பார்த்தல நான் இங்க தான் வச்சிட்டு போன சார். എന്ത് സരക്ക്? என்னங்க சார் இப்படி அது சரக்கு கொடுங்க நீங்க. 1000 ரூபாய் அது கொடுக்கണ്ട. தரல சார். சார் இந்த சரக்கு എന്താ சார் 70 ரூபாய் சரக்கு சார் இது. இது நக்கிட்டீங்களா இச்சிங்க நீங்க. சார் நீங்க 500 ரூபாய் கொடுங்க சார். കൊടുക്ക മുടിയാതെ 100 രൂപ തരും. 100 വേണോ? சார் 500 ரூபாய் தர முடியுமா தர முடியாதா? 500 രൂപ ഒന്നുമില്ല. 100 രൂപ തരും. അത് വേണമെങ്കിൽ പിടിക്ക്. எடா நாயே, என்ன சொல்லிட்டு என்ன கூட்டிட்டு வந்த? இந்த ஈச்சை முழு நான் எடுத்துட்டு போறதுக்கு 1000 ரூபாய் தரேன்னு சொன்னல. 500 ரூபாய் தர முடியுமா தர முடியாதா? 500 രൂപ തര முடியாது. முடியாது தர முடியாதுன்னா உங்க ஈச்சை நீங்களே வச்சுக்க. எங்கிட்ட விளையாடுற? எங்கிட்ட மோதாதே. நான் ராசாதி ராசனடா. வம்புக்கு எடுக்காதே. நான் சூராதி